ഹലോ എവരിബഡി, എല്ലാവർക്കും നമസ്കാരം. ട്രംപിന്റെ ഭീഷണിയുടെ വെളിച്ചത്തിലാണോ അതോ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് കിട്ടുന്നതിനകത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായതിന്റെ ഫലമായോ ആണോ എന്നറിയില്ല. നമ്മൾ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതുപോലുള്ള സ്റ്റേറ്റ് റിഫൈനേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ പൊതുമേഖലയിലുള്ള ഓയിൽ കമ്പനികൾ, അത് പ്രധാനമായിട്ടും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്, മാംഗ്ലൂർ റിഫൈനറി പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ്, ഇതൊക്കെയാണ് ഈ സ്റ്റേറ്റ് റിഫൈനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ റഷ്യയിൽ നിന്നുള്ള എണ്ണ മേടിക്കുന്നത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ കാരണം പലതും പറയുന്നുണ്ട്. ട്രംപിൻ്റെ ഭീഷണിയാണ് ഒരു കാരണമെന്ന് പറയുന്നുണ്ട്. അത് ഈ ആഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റേറ്റ് റിഫൈനേഴ്സ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ സ്റ്റേറ്റ് റിഫൈനേഴ്സ് ഈ ആഴ്ച റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ട്രംപിൻ്റെ ടാരിഫ് ത്രെട്ട് ഉണ്ടല്ലോ, 25% നമ്മളുടെ മുകളിൽ. അതുപോലെ തന്നെ റഷ്യയായിട്ട് ഏത് തരത്തിലുള്ള കച്ചവടം നമ്മൾ നടത്തുകയാണെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള പെനാൽറ്റി അല്ലെങ്കിൽ ഫൈനൊക്കെ നമ്മളുടെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്നുള്ളൊരു ഭീഷണിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഭീഷണിയുടെ വെളിച്ചത്തിലാണോ അല്ലെങ്കിൽ ഇനി ഡിസ്കൗണ്ട് റേറ്റിൽ അവിടെ നിന്ന് എണ്ണ ലഭ്യമാവുന്നത് പിന്നെ കുറഞ്ഞിട്ടാണോ എന്ന് നമുക്കറിയില്ല. ഏകദേശം 60%-ഓളം ഇന്ത്യയുടെ റിഫൈനറീസ് അല്ലെങ്കിൽ റിഫൈനിങ് പ്രോസസ്സ് നടത്തുന്നത് സ്റ്റേറ്റ് റൺ പൊതുമേഖലയിലുള്ള റിഫൈനേഴ്സാണ്. ഈ പറഞ്ഞ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ബാംഗ്ലൂർ കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സ്റ്റേറ്റ് റൺ അല്ലെങ്കിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള റിഫൈനേഴ്സാണ് ഏകദേശം 60%-ഓളം നമ്മളുടെ റിഫൈനിങ് കപ്പാസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബാക്കി 40%-ഏ ഉള്ളൂ സ്വകാര്യ മേഖലയിലുള്ള, ഇപ്പോൾ റിലയൻസ് അല്ലെങ്കിൽ അതുപോലുള്ള കമ്പനികളൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇന്ത്യക്ക് വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്കും വെസ്റ്റ് ആഫ്രിക്കയിലേക്കും ഒക്കെ തന്നെ നമുക്ക് കൂടുതൽ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് വർദ്ധിച്ചതോടുകൂടി നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമ്മൾ തൽക്കാലം നമ്മളുടെ എന്താണ് പറയുന്നത് ആ ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങുന്നൊരു പ്രോസസ്സ് കുറച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മൾ ഇറാഖ്, സൗദി ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നായിരുന്നു കൂടുതൽ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. യുക്രൈൻ വാറിന് മുമ്പ് റഷ്യ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ തരുന്നതിന് മുമ്പ് നമ്മൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യ, ഇറാഖ് ഇതുപോലുള്ള രാജ്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലേക്കും വെസ്റ്റ് ആഫ്രിക്കയിലേക്കും നമ്മളുടെ ശ്രദ്ധ തിരിക്കേണ്ടി വരികയും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ എണ്ണ അവിടുന്ന് വാങ്ങിക്കേണ്ടി വരികയും ചെയ്യേണ്ടി വരും എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒന്ന് ചൈന, അമേരിക്ക, അല്ലെങ്കിൽ അമേരിക്ക ചൈന, അത് കൃത്യമായി എനിക്കറിയില്ല. അമേരിക്ക നമ്പർ 1 ആണെങ്കിൽ ചൈന നമ്പർ 2 ആയിരിക്കും. മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ വലിയ കൺസ്യൂമർ അല്ലെങ്കിൽ കൺസംഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അത് കൂടി വരികയാണ് ശരിക്കും പറയാം. കാരണം ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്തൊക്കെയായാലും നമുക്ക് സമ്പദ് വ്യവസ്ഥയിൽ വളർച്ചയുണ്ടാകും, വർധനയുണ്ടാകും. അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ എണ്ണയുടെ ഉപഭോഗവും വർദ്ധിക്കും. അപ്പോൾ എണ്ണയുടെ ഉപഭോഗം വർദ്ധിക്കുന്നത് നമ്മളുടെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഉപഭോഗങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എണ്ണ നമുക്ക് കൂടുതൽ ആവശ്യമായി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സപ്ലൈസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇന്ത്യ പഴയതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ 10-40 രാജ്യങ്ങളെ ഇന്ത്യ ചെറുതും വലുതുമായിട്ടുള്ള ഇന്ത്യയുടെ എന്താണ് പറയുന്നത് എനർജി നീഡ്സിന് വേണ്ടി ചെറുതും വലുതായിട്ടുള്ള പല രാജ്യങ്ങളെ 10-40 രാജ്യങ്ങളോളം നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. ഈ പൊതുമേഖലയിലുള്ള എണ്ണ കമ്പനികൾ താൽക്കാലികമായിട്ടാണ്, ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റോപ്പേജാണത്. അപ്പോൾ എന്നാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ കമ്പനികളോ ഇന്ത്യൻ ഗവൺമെൻറ്റോ ഒന്നും തന്നെ അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടുമുണ്ട്. റഷ്യയിൽ നിന്ന് നമുക്ക് വൻതോതിൽ ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടിക്കൊണ്ടിരുന്നത് കുറഞ്ഞതായിട്ടും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിയുമാണ് ഈ പറഞ്ഞ ഒരു ഈ സംഭവത്തിൻ്റെ പിന്നിലെ കാരണമായിട്ട് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ട്രംപിൻ്റെ ഭീഷണി ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ്.
പ്രത്യേകിച്ച് ഈ പറഞ്ഞ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഈ ഒരു ആ, ഇന്ത്യ റഷ്യ ഓയിൽ അല്ലെങ്കിൽ എനർജി റിലേഷൻ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്ക പോലുള്ള രാജ്യത്തിന് വലിയൊരു എന്താണ് പറയുക ഇറിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള ഒരു അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇന്ത്യ റഷ്യ ബന്ധം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ ഓയിൽ വാങ്ങിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ ഇപ്പോഴും ഇന്ത്യയുടെ ആംസിൻ്റെ ആയുധങ്ങളുടെ ഏറ്റവും കൂടുതൽ നല്ല പങ്ക് റഷ്യയിൽ നിന്നുമാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ റഷ്യ പിന്നെ ഒരു നോർമൽസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ തീർച്ചയായിട്ടും റഷ്യയെ ആശ്രയിക്കുന്ന ആ ഒരു ആ, പ്രക്രിയ കൂടുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം യുദ്ധത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം നമുക്ക് റഷ്യ ഇന്ത്യ ആംസ് ഇടപാടുകൾക്ക് പെർസെൻറ്റേജ് കണക്കെടുക്കുമ്പോൾ അതിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പം യുദ്ധത്തിന് പോസ്റ്റ് വാർ, അതായത് യുദ്ധത്തിന് ശേഷം വെൻ തിങ്സ് ആർ ഇല്ലേ കാര്യങ്ങൾ നോർമൽസിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ കൂടുതൽ വീണ്ടും റഷ്യയെ ആശ്രയിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഇതൊക്കെ തന്നെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന പിന്നെ പേരുകളാണല്ലോ. മാംഗ്ലൂർ റിഫൈനറി, പെട്രോ കെമിക്കൽ ലിമിറ്റഡ്, ഇതാരും അങ്ങനെ സാധാരണ കേൾക്കാറില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയാം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം അറിയാം, ഭാരത് പെട്രോളിയം അറിയാം. അപ്പോൾ ഈ 4 കമ്പനികളാണ് നമ്മുടെ പൊതുമേഖലയിലുള്ള കേന്ദ്ര ഗവൺമെൻറ് പിന്നെ പൊതുമേഖലയിലുള്ള ഈ 4 കമ്പനികളാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയത്. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൊതുമേഖലയിലുള്ള ഈ കമ്പനികൾ നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് തീരുമാനമെടുത്തിട്ടായിരിക്കും പൊതുമേഖലയിലുള്ള കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കമ്പനികളുടെ ഭാഗത്തുനിന്നോ പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത് ഒരു ഉത്തരം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വകാര്യ മേഖലയിലുള്ള എണ്ണ കമ്പനികളായിട്ടുള്ള റിലയൻസ് പെട്രോളിയം അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, പിന്നെ അതുപോലെ തന്നെ റഷ്യയുടെ ഏറ്റവും വലിയൊരു കമ്പനിയായുള്ള റോസ് നെഫ്റ്റിൻ്റെ അധീനതയിലുള്ള നയാരയുമാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യൻ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ പതിവ് തെറ്റിച്ച് റിലയൻസ് ജൂലൈയിൽ അബുദാബിയിൽ നിന്നും മർബൻ ക്രൂഡ് ഓയിൽ വാങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഇത് റിലയൻസിൻ്റെ അപ്രതീക്ഷിത നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാം അപ്രതീക്ഷിതമാണ്, ഒന്നും പിന്നെ എന്താണ് പറയുന്നത് ഇൻറ്റൻഷനലി സംഭവിക്കുന്നതല്ലെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഇപ്പം നമ്മുടെ പൊളിറ്റിക്സിലോ ജിയോ പൊളിറ്റിക്സിലോ അങ്ങനെ ആക്സിഡൻ്റലായിട്ട് ആകസ്മികമായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാം പ്ലാൻഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നൊരു വസ്തുത നമുക്ക് മനസ്സിലാക്കുന്നതായിരിക്കും എപ്പോഴും കാര്യങ്ങളെ നമുക്ക് കൂടുതൽ യാഥാർത്ഥ്യത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് എണ്ണ, നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഏറ്റവും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഒരവസ്ഥയ്ക്ക് മുമ്പ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിട്ടുള്ള സൗദി, ഇറാഖ് ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെയായിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റു വിപണികളെ ഇന്ത്യ തേടുവാനും തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 10-40 രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഓയിൽ വാങ്ങുന്നുണ്ട്. അത് ഇന്ത്യയുടെ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ വിഷയമാണത്, ഇല്ലേ? കാരണം നമുക്ക് ഒരു രാജ്യത്തെ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൂട്ടം രാജ്യങ്ങളെ മാത്രമായിട്ട് നമുക്ക് സ്ഥിരമായി എപ്പോഴും നമുക്ക് ആശ്രയിക്കുവാൻ സാധിക്കത്തില്ല. കാരണം എനർജി അല്ലെ ക്രൂഡ് ഓയിൽ നമ്മുടെ രാജ്യത്തിന്, എല്ലാ രാജ്യത്തിനും എന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും സ്ഥിരമായി ലഭിക്കേണ്ട, ഇല്ലേ, അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ സ്ഥിരമായി ലഭിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്നത് റിസോഴ്സാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിലുണ്ടാകുന്ന ഡിസ്റപ്ഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഏം, എല്ലാ പ്രവർത്തനം താളം തെറ്റിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ വികസനത്തെ അത് ബാധിക്കുകയും ജനങ്ങളുടെ ഏം, എല്ലാ ജീവിതത്തെ അത് താറുമാറാക്കുകയൊക്കെ തന്നെ ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഇന്ത്യയിലെ അതാത് കാലത്ത് നിലനിൽക്കുന്ന ഗവൺമെൻറ്റുകൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും നമുക്ക് ഇന്ത്യക്ക് ഈ പറഞ്ഞ എനർജിയുടെ ഫ്ലോയിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അവർ വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ കയറ്റുമതി, റഷ്യയിൽ നിന്നുള്ള കയറ്റുമതി
തടയാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ, വെസ്റ്റേൺ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു യുദ്ധം തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അതിനെ മുതലെടുത്ത് ഇന്ത്യൻ കമ്പനികൾ വലിയ ഡിസ്കൗണ്ടിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചു തുടങ്ങിയിരുന്നു. ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ആദ്യം ചൈനയായിരുന്നു അളവിൽ കൂടുതൽ, പിന്നെ ചൈനയെ മറികടന്ന് ഇന്ത്യ ആയി മാറി ഏറ്റവും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു രാജ്യമായിട്ട്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ 35% ആവശ്യവും ക്രൂഡിൻ്റെ ആവശ്യവും റഷ്യയിൽ നിന്നാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. 35%-ഓളം നമ്മുടെ മൊത്തം ആവശ്യത്തിൻ്റെ 35%-ഓളം നമ്മൾ റഷ്യയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പല അഭ്യൂഹങ്ങൾ പറയുന്നത് റഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഡിസ്കൗണ്ടിനകത്തിൽ മാറ്റം ഉണ്ടായി. എന്നുവെച്ചാൽ പഴയ പോലെ ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് തൽക്കാലം ഈ എണ്ണ വാങ്ങിക്കൽ പരിപാടി നമ്മൾ നിർത്തിയിരിക്കുന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷെ നമുക്ക് ചിലർ പറയുന്നത് ട്രംപിൻ്റെ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങിയത് കൊണ്ടാണ് മോഡി സർക്കാർ അല്ലെങ്കിൽ മോഡി ഗവൺമെൻറ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ ടാരിഫ് ത്രട്ട് മാത്രമല്ല, റഷ്യയായിട്ട് കച്ചവടം നടത്തി കഴിഞ്ഞാൽ കൂടുതൽ പണിഷ്മെൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ മറ്റു രീതിയിലുള്ള എന്താണ് പറയുന്നത് നമുക്ക് പ്രത്യാഘാതങ്ങൾ നേരിടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതിനെ ഭയപ്പെട്ടാണ്, അല്ലെങ്കിൽ അതിനെ വഴങ്ങിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഈ പറഞ്ഞ എണ്ണ വാങ്ങുന്നത് തൽക്കാലം നമ്മൾ മരവിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ട്രംപിൻ്റെ ഭീഷണിയാണോ, കണ്ണുരുട്ടലാണോ, അതോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് കിട്ടുന്ന എണ്ണയുടെ ഡിസ്കൗണ്ട് റേറ്റിലുള്ള മാറ്റങ്ങളാണോ? എന്നുവെച്ചാൽ പഴയ പോലെ ഡിസ്കൗണ്ട് ഇപ്പോൾ കിട്ടുന്നില്ലയോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല. പക്ഷേ പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഭീഷണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങു ഇന്ത്യ തൽക്കാലം ഒന്ന് കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക്, അത് ഇന്ത്യ മാത്രമല്ല, ഏത് രാജ്യം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചാലും ആ രാജ്യങ്ങളുടെ മേൽ പെനാൽറ്റി അല്ലെങ്കിൽ പിഴ ചുമത്തുമെന്നുള്ള ട്രംപിൻ്റെ ഭീഷണി കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ മേൽ 25% ചുങ്കം അല്ലെങ്കിൽ തീരുവ പ്രഖ്യാപിച്ചതിനോടൊപ്പം തന്നെ റഷ്യൻ എണ്ണയിൽ പിഴ ഈടാക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ തീരുമാനം ഉണ്ടായതും ഇങ്ങനൊരു പിന്നെ ഒരു പുതിയൊരു എന്താണ് പറയുന്നത് ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും പിഴ എങ്ങനെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ളതായിരിക്കും, എത്രമാത്രമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. റഷ്യയുമായി കച്ചവടം നടത്തുന്ന രാജ്യങ്ങളുടെ മുകളിൽ പിഴ ചുമത്തുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പിഴയുടെ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ വോളിയം, സൈസ്, റേറ്റ്, പെർസെൻറ്റേജ് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അമേരിക്കയുടെ പ്രശ്നം ഇന്ത്യ റഷ്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ്. അത് ആംസിൻ്റെ കാര്യത്തിലായാലും ആയുധങ്ങളുടെ കാര്യത്തിലായാലും എനർജി പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലായാലും. കാരണം പ്രധാന ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ള ട്രേഡൊക്കെ വളരെ പിന്നെ അത്രയ്ക്ക് വലിയൊരു പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിൽ വലിയ ട്രേഡുകളും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് എന്ന് പറഞ്ഞാൽ ആംസ് ട്രേഡാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്ന റഷ്യയിൽ നിന്ന്, പിന്നെ ഇപ്പോൾ എണ്ണ വാങ്ങിക്കുന്നുള്ളതാണ്. മറ്റു സാധന സാമഗ്രികളിലൊന്നും കൂടുതൽ ഇന്ത്യയും റഷ്യയുമായിട്ടൊന്നും വലിയ ട്രേഡ് റിലേഷൻ ഒന്നുമില്ല. അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം റഷ്യയും തമ്മിലുള്ള ഈ പറഞ്ഞ പിന്നെ വളരെ ഡീപ്പായിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ അത് US സ്റ്റേറ്റ് സെക്രട്ടറി ഈ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അമേരിക്ക പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ചൈന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് യുക്രൈനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന റഷ്യയെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. കാരണം റഷ്യക്ക് വേണ്ട ഫൈനാൻസ്, വാറ് ഫണ്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള റിസോഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇന്ത്യയും ചൈനയുമാണെന്നാണ് അമേരിക്കയുടെ പ്രധാന ക്ലെയിം. അപ്പോൾ അത് ഇന്ത്യ അതിനെ ഡിനൈ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മളവരിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതിൻ്റെ അർത്ഥം നമ്മളവരുടെ യുദ്ധത്തിൻ്റെ ഒരു പങ്കാളിയായി മാറുക എന്നുള്ളതല്ല. പക്ഷേ നേരിട്ടല്ലെങ്കിൽ തന്നെ ഇൻഡയറക്റ്റായിട്ട് അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നതിലൂടെ നമ്മൾ റഷ്യയെ സഹായിക്കുകയാണ്. യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോൾ മറ്റു വിപണികളിൽ ഇന്ത്യയുടെ മുമ്പിൽ
തുറക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ റഷ്യയെ കൂടുതൽ ആശ്രയിക്കുകയും റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുകയും ചെയ്യുന്നത് ട്രംപിനെ പ്രകോപിപ്പിക്കുകയും അമേരിക്കയെ കൂടുതൽ അലോസരപ്പെടുത്തുകയും അതിൻ്റെ വെളിച്ചത്തിലാണ് ട്രംപും അമേരിക്കയും പറയുന്നത് ഇന്ത്യ റഷ്യയെ യുക്രൈനായിട്ടുള്ള യുദ്ധത്തിൽ സഹായിക്കുകയാണ്. അപ്പം യുക്രൈൻ്റെ സപ്പോർട്ടേഴ്സാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ്. അപ്പം യുക്രൈനെ എതിരെ യുദ്ധം ചെയ്യുന്ന റഷ്യയെ ഇന്ത്യ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും എതിരാണെന്നാണ് ട്രംപും അമേരിക്കയും മറ്റ് പാശ്ചാത്യ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ പറയാതെ പറയുന്നത്. ട്രംപ് നേരിട്ട് പറയുന്നു, മറ്റ് രാജ്യങ്ങളൊന്നും നേരിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപിൻ്റെ ഭീഷണിയും അതുപോലെ തന്നെ ട്രംപിൻ്റെ ഈ പറഞ്ഞ 25% ടാരിഫും അതുപോലെ തന്നെ റഷ്യയുമായിട്ട് നമ്മൾ കച്ചവടം തുടരുകയാണെങ്കിൽ പിന്നെ പിഴ ചുമത്തപ്പെടും എന്നുള്ള ഭീഷണിയൊക്കെ തന്നെ ട്രംപ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഓയിലിൻ്റെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ഇപ്പോഴത്തെ മരവിപ്പിക്കൽ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൃത്യമായിട്ട് ഇതുവരെ നമുക്ക് അറിയാനായിട്ടില്ല. അപ്പം എന്ത് തന്നെയായാലും ശരി, ട്രംപിൻ്റെ ഭീഷണിയുടെ ആ ഒരു ഭീഷണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇന്ത്യൻ സർക്കാർ, കാരണം ഇന്ത്യൻ സ്റ്റേറ്റ് ഓൺഡ്, അതായത് നമ്മുടെ പൊതുമേഖലയിലുള്ള റിഫൈനേഴ്സ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു വിവരം ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ആണ് ഈ ടോപ്പിക്കുമായിട്ട് തൽക്കാലം പറയാനുള്ളത്. മറ്റൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.